നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് ശ്രീധർ. പ്രധാന വാർത്തകൾ. കുറവലങ്ങാട് വലിയ തോട് മാലിന്യങ്ങളുടെ കൂമ്പാരം. തോട്ടിൽ ബാർബർ ഷോപ്പ് മാലിന്യങ്ങളും. കാർഷിക മേഖലയ്ക്ക് കരുത്തേകാൻ മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ വയൽ വിദ്യാലയം. ഹോട്ടലുകൾ പണിമുടക്കി ജനം വിശപ്പിന്റെ വിലയറിഞ്ഞു. കുറവലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് സ്കൂൾ ബസ് വാങ്ങാൻ മോൻസ് ജോസഫ് MLAയുടെ സഹായം. കുറവലങ്ങാട് പഞ്ചായത്ത് ADS അംഗങ്ങൾക്ക് ദ്വിദിന പരിശീലനം ആരംഭിച്ചു. സഹനമില്ലാതെ സ്നേഹത്തിന് പൂർണ്ണതയില്ലെന്ന് ബസേലിയോസ് മാർ ക്ലീനിക് കാതോലിക്ക ബാവ. വാർത്തകൾ വിശദമായി. കുറവലങ്ങാട് വലിയ തോട് വീണ്ടും മാലിന്യവാഹിനിയായി. കഴിഞ്ഞ രാത്രിയിൽ തോട്ടിൽ സാമൂഹ്യ വിരുദ്ധർ ബാർബർ ഷോപ്പിലെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു. സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവുമായി പഞ്ചായത്ത് സ്റ്റാൻഡിലെ ഡ്രൈവർമാർ. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ സമീപ ഗ്രാമപഞ്ചായത്തിന് പ്രധാന ജലസ്രോതസ്സായ വലിയ തോട് മാലിന്യങ്ങളാൽ നിറയുന്നത് സാധാരണമാണ്. എന്നാൽ ഇപ്പോൾ കൂനിന്മേൽ കുരു എന്ന സാഹചര്യത്തിലാണ് വലിയ തോടിന്റെ സ്ഥിതി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടത്തിന് പോലും ഇരയാകേണ്ടി വന്ന ഗതികേടിലാണ് പ്രധാന ജലസ്രോതസ്സായ വലിയ തോട്. ബാർബർ ഷോപ്പിലെ മാലിന്യങ്ങളടക്കം സംവഹിച്ച് ജലമുമായി പോകേണ്ട അവസ്ഥയാണ് വലിയ തോടിനുള്ളത്. കുറവലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപം വെള്ളൊഴുക്കിൽപ്പെട്ട് കിടക്കുന്ന കരിമുള്ളുകളുടെ കൂമ്പാരം ഇവിടുത്തെ ആരോഗ്യ ഭീഷണി വലിയ വ്യാപകമായി ഉയർത്തുകയാണ്. അധികൃതരുടെ അനാസ്ഥയാണ് വലിയ തോട് മാലിന്യങ്ങൾ നിറയാൻ കാരണമെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. വികസനത്തിന്റെ പേരിൽ വലിയ തോട് ഗതി മാറ്റിവെട്ടിയ ജനപ്രതിനിധികൾ പോലും ഇക്കാര്യത്തിൽ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണുള്ളത്. പരാതിയുമായി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചാൽ വേണമെങ്കിൽ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടാനാണ് ധിക്കാരപരമായ നിലപാടാണ് ലഭിച്ചതെന്നും സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പറയുന്നു. ഈ വലിയ തോട് വളരെ മലിനമായിട്ട് ഇവിടെ കിടക്കുകയാണ്. ബാർബർ ഷോപ്പിലെ മാലിന്യമാണ് ഈ തോട്ടിൽ കൊണ്ടുവന്ന് വളരെ വൃത്തിഹീനമായി ഈ തോട് ബാർബർ ഷോപ്പിന്റെ ഈ വഴിയിലും എല്ലായിടത്തും ബാർബർ ഷോപ്പിന്റെ മാലിന്യം കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത് കണ്ടപ്പോൾ നേരെ പഞ്ചായത്തിലോട്ട് വിളിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടോന്ന് ചോദിച്ചു. ഒരു ജീവനക്കാരനെ എടുത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സെക്രട്ടറി ഇല്ല, ഒരാൾക്ക് കൊടുക്കാതെ കുറെ കൊടുത്ത അയാളോട് കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ പോലെ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ്, ഇത് മുഴുവൻ ഇവിടെ മലിനമായിട്ടാണ് കിടക്കുന്നത്, ഇങ്ങനെ ബാർബർ ഷോപ്പിലെ മുടി കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ പറഞ്ഞു. എത്ര അടിയന്തരമായിട്ട് നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് വളരെ ധിക്കാരപരമായിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തോളാൻ എന്നുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു പ്രതിഷേധമായിട്ട് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. ഇതിനൊരു നടപടി അടിയന്തരമായിട്ട് നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ വഴിയുടെ സൈഡിൽ കൂടെ എല്ലാം മുടിയിട്ടിട്ടുണ്ട്. ഇവിടെ മുഴുവൻ മാലിന്യമാണ്. ഈ റോഡ് മുഴുവൻ മാലിന്യം തള്ളുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്ന് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഒരു 10-50 ഡ്രൈവർമാർ ഇവിടെയുണ്ട്, പൊതുജനങ്ങളുണ്ട്. എല്ലാവർക്കും പറയാനുള്ളത് ഈ വലിയ തോടിനെ ഇതുപോലെ മാലിന്യമാക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. കാർഷിക മേഖലയ്ക്ക് കരുത്തേകി മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ വയൽ വിദ്യാലയ പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് നടപടി മാതൃകാപരമെന്ന് പരക്കെ വിലയിരുത്തൽ. കർഷകർക്ക് അറിവ് പകർന്ന വയൽ വിദ്യാലയം പദ്ധതിക്ക് മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന വയൽ വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി. വാഴ, പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഫാർമർ ഇന്ററസ്റ്റ് ഗ്രൂപ്പുകൾ എന്നു പേരുള്ള ഒരു സംഘത്തിൽ 38 കർഷകരാണുള്ളത്. ഇവർക്കായി 6 ആഴ്ചകളിലായി വയൽ വിദ്യാലയം നടത്തും. കേരള കാർഷിക സർവകലാശാലയിലെയും കൃഷിവകുപ്പിലെയും വിദഗ്ധരും മാതൃകാ കർഷകരും വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സെടുക്കും. നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സഹായത്തോടെയാണ് ആത്മ പദ്ധതി നടപ്പാക്കുന്നതെന്ന് മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ പറഞ്ഞു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മണ്ണു സംരക്ഷണം, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുക. ക്ലാസുകൾക്ക് പുറമെ പ്രദർശനങ്ങൾ, പഠനയാത്രകൾ തുടങ്ങിയവയും നടത്തും. പദ്ധതിയുടെ ഭാഗമായി മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ ഫാർമർ ഇന്ററസ്റ്റ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്. വയൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസം ആണ്ടൂർ ചെറുവള്ളിൽ ഗോപാലകൃഷ്ണൻ നായരുടെ വസതിയിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MM തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രസീത സജീവ്, പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് ഇടത്തനാൽ, സുധാമണി ഗോപാലകൃഷ്ണൻ, നിർമ്മല ദിവാകരൻ, സുജ കുര്യാക്കോസ്, ആത്മ പ്രോജക്ട് ഡയറക്ടർ KJ ഗീത, അസിസ്റ്റന്റ് പ്രോജക്ട് ഡയറക്ടർ ജെസി ചാക്കോ, ഉഴവൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MS ജയപ്രസാദ്, മരങ്ങാട്ടുപള്ളി കൃഷി ഓഫീസർ പ്രീത പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുറവലങ്ങാട് കടുത്തുരുത്തി ഞീഴൂർ മേഖലയിൽ ഹോട്ടലുകൾ കൂട്ടത്തോടെ പണിമുടക്കി. സമരം ഹോട്ടലുകളിലെ റെയ്ഡിൽ പ്രതിഷേധിച്ച്. ഹോട്ടൽ ഉടമകളുടെ സമരത്തിൽ പ്രതിഷേധം ശക്തം.
ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ ഹോട്ടലുകളിലും ബേക്കറികളും കേന്ദ്രീകരിച്ച് നടക്കുന്ന റെയ്ഡുകളിൽ പ്രതിഷേധിച്ചായിരുന്നു ബേക്കറികളും ഹോട്ടലുകളും അടച്ചിടാൻ അസോസിയേഷനുകൾ തീരുമാനിച്ചത്. ഹോട്ടൽ അസോസിയേഷന്റെ തീരുമാനം മുഴുവൻ കടകളും ബേക്കേഴ്സ് അസോസിയേഷന്റെയും ഹോട്ടൽ മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു സമരം. ഹോട്ടലുകളും ബേക്കറികളും കൂട്ടത്തോടെ അടച്ചത് യാത്രക്കാരും തദ്ദേശവാസികളുമായ ഒട്ടേറെ പേരെ വിഷമത്തിലാക്കി. ഓഫീസുകളിലും മറ്റും ജോലി ചെയ്യുന്നവർ പതിവായി ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിക്ക് വലിയ തിരിച്ചടിയാണ് ശനിയാഴ്ച നേരിട്ടത്. രാവിലെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ആശുപത്രിയിൽ കൂടെ കാന്റീനിൽ കൂടെയും ഹോട്ടൽ വഴിയും ഇതെല്ലാം ഞങ്ങൾ നടന്നു. ഒരു ഭക്ഷണം ഒരിടത്തുനിന്നും കിട്ടിയില്ല. പിന്നെ ബേക്കറിയിൽ നിന്ന് 4 ബണ്ണ് മേടിച്ചാണ് ഞങ്ങൾ 3 കടക്കാർ കഴിക്കുന്നത്. ഒരു കുപ്പി വെള്ളവും മേടിച്ചു, മിനറൽ വാട്ടർ, അത് കഴിക്കുന്നു. അത് കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കെതിരെയാണ് അസോസിയേഷൻ നേതൃത്വത്തിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് വ്യാപാരത്തെ തകർക്കാൻ ഉപകരിക്കുകയുള്ളൂ എന്നാണ് ബേക്കറിയിലെ ഹോട്ടൽ ഉടമകളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പണിമുടക്കിയുള്ള പ്രതിഷേധം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് സാധാരണക്കാർക്കുള്ളത്. നല്ല ഭക്ഷണം നൽകുന്ന ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം സമരത്തിൽ പങ്കുചേരേണ്ടതില്ലായിരുന്നുവെന്നും ജനകീയമായ വിലയിരുത്തലുകൾ ഉയർന്നിട്ടുണ്ട്. ആരോഗ്യകരമായ ചുറ്റുപാടിൽ ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്യുകയും അവ വിൽപ്പന നടത്തുകയും ചെയ്യണമെന്നാണ് സാധാരണക്കാരുടെ ആവശ്യം. എന്നാൽ ഹോട്ടൽ ഉടമകളുടെ നിലപാടനുസരിച്ച് ആരോഗ്യകരമായ ചുറ്റുപാടുകളും ഭക്ഷണപദാർത്ഥങ്ങളുമാണ് നൽകുന്നതെന്ന ന്യായഗതികളാണ് ഉന്നയിക്കുന്നത്. കുറവലങ്ങാട്, ഞീഴൂർ, കടുത്തുരുത്തി പ്രദേശത്തെ ബഹുഭൂരിപക്ഷം ഹോട്ടലുകളും അടച്ച് സമരത്തോട് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. ഹോട്ടലുകളുടെ സമര പരിപാടി മൂലം ഈ മേഖലയിലെ 100 കണക്കായ ആളുകളാണ് ഭക്ഷണം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായത്. എന്നാൽ നാട്ടിൻപുറങ്ങളിൽ ചില ചായക്കടകൾ തുറന്നു പ്രവർത്തിച്ച സാഹചര്യവുമുണ്ടായി. കുറവിലങ്ങാട് പഞ്ചായത്ത് ADS അംഗങ്ങൾക്ക് ദ്വിദിന പരിശീലനം ആരംഭിച്ചു. സംഘടനാ സംവിധാനത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ അയൽക്കൂട്ട തലം. ഈ അയൽക്കൂട്ട തലത്തെ നമ്മൾ വളരെ കൃത്യമായി ഊട്ടി ഉറപ്പിക്കേണ്ട ആവശ്യകത നമുക്ക് ഉണ്ട്. കുടുംബശ്രീയെ അതിന്റെ എല്ലാ സംവിധാനം സ്ത്രീകൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണം. സ്ത്രീകൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് സംസാരിക്കാനും ഇടപെടാനും കഴിയുന്ന സ്ഥലങ്ങൾ ലഭ്യമാക്കണം. സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യത്തോടെ കുടുംബശ്രീ വാർഡ് തല ഭരണസമിതി ഭാരവാഹികൾക്കായി കുറവിലങ്ങാട് പഞ്ചായത്തിൽ ദ്വിദിന പരിശീലന ക്യാമ്പ് തുടങ്ങി. ആലപ്പുഴ എക്സാറ്റ് ട്രെയിനിംഗ് സെന്ററാണ് പരിശീലന പരിപാടി നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി ഉദ്ഘാടനം ചെയ്തു. അനിയൻ കുഞ്ഞ്, KK മിനി എന്നിവർ ക്ലാസുകളെടുത്തു. CDS ചെയർപേഴ്സൺ അമ്മിണി തങ്കച്ചൻ കളർതൊട്ടിയിൽ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ സിബി സെബാസ്റ്റ്യൻ, രമ രാജു, KR ശശി, മിനി മത്തായി, സുജ ബാബു, കുടുംബശ്രീ ചാർജ് ഓഫീസർ ജിജോ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ശൈലജ സജി, ബീന തമ്പി, കുട്ടിയമ്മ മാത്യു, സിന്ധു സജി, രാജമ്മ ശാരംഗധരൻ, അച്ചാമ്മ ആഗസ്തി, സുശീല രാജൻ, ലൌലി ജോസഫ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സഹനമില്ലാതെ സ്നേഹത്തിന് പൂർണ്ണതയില്ലെന്ന് ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ ഭരണങ്ങാനം അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകിയായിരുന്നു കാതോലിക്ക ബാവ. നമ്മെ അറിയിക്കുന്നു എന്നുള്ള പ്രകടമായ സത്യമാണ് സുവിശേഷത്തിൽ നമ്മെ ചേർത്ത് നിർത്തുക. ദൈവാനുഭവത്തിന്റെ പൂർത്തീകരണം എപ്രകാരമുള്ളവർക്കാണ് നൽകപ്പെടുക. നമുക്ക് ചിലപ്പോൾ ചില നിയോഗങ്ങൾ പറയുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അൽഫോൻസാമിയോട് ചില കഥകൾ പറയുവാനുണ്ട്, ചില സംഘടനകൾ പറയാനുണ്ട്. സഹനമില്ലാതെ സ്നേഹത്തിന്റെ പൂർത്തീകരണമില്ലെന്ന് മാർ ക്ലീമീസ് കാതോലിക്ക ബാബ പറഞ്ഞു. ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു സീറോ മലങ്കര സഭ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാബ. ത്യാഗമില്ലാതെ സ്നേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തുവാൻ ജീവിതത്തിൽ ആർക്കും കഴിയില്ലെന്നും കാതോലിക്ക ബാബ വ്യക്തമാക്കി. ക്ലേശങ്ങളിൽ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ സമൂഹത്തിന് കഴിയണം. ക്ലേശങ്ങളിൽ ഉടയവനെ വിട്ടുപോകുന്നത് പൈശാചികമാണ്. സന്തോഷത്തിൽ മാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമാണ് പലപ്പോഴും സമൂഹത്തിൽ കണ്ടുവരുന്നത്. ഇത് ശരിയല്ല, ദൈവികമായ നിലപാടല്ല ഇത്. രോഗങ്ങളിലും പീഡകളിലും ദുരിതങ്ങളും ദൈവത്തോട് ചേർന്ന് നിന്ന ചരിത്രമാണ് വിശുദ്ധ അൽഫോൻസാമയ്ക്കുള്ളത്. കുരിശില്ലാതെ കിരീടമില്ലെന്ന വലിയ സന്ദേശമാണ് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം വിശ്വാസ സമൂഹത്തിന് സമ്മാനിക്കുന്നതെന്നും ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാബ ഓർമ്മിപ്പിച്ചു. തിരുനാളിന്റെ 4ാം ദിവസമായ ഞായറാഴ്ച 6:30 റവറന്റ് ഡോക്ടർ ജോയിസ്
6:30 റവറന്റ് ഡോക്ടർ ജെയിംസ് അത്തിക്കളം, 8:30 റവറന്റ് ഡോക്ടർ ഇമ്മാനുവൽ ആട്ടേൽ, 11 മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര, 5 ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകും. 6:30 നടക്കുന്ന ജപമാല മെഴുകുതിരി പ്രദർശനത്തിൽ ഫാദർ തോമസ് പനക്കക്കുഴി കാർമ്മികത്വം വഹിക്കും. കുറവിലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് സ്കൂൾ ബസ് വാങ്ങാൻ മോൻസ് ജോസഫ് MLA സഹായം. സാമൂഹ്യ പ്രതിബദ്ധതയോടെ വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. ഏറ്റവും നല്ല വിജയത്തിലേക്ക് വരാൻ നമ്മുടെ സ്കൂളിന് കഴിയുന്നു എന്നതിന്റെ തെളിവാണ്. ഇത്രയേറെ കുട്ടികൾ ഇവിടെ SSLC പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് മുഴുവൻ പേർക്കും വിജയിക്കുവാൻ കഴിയുന്ന വിധത്തിൽ കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും അധികം A+ നേടിയ സ്കൂൾ എന്ന അംഗീകാരം നമ്മുടെ സ്കൂളിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കടുത്തുരുത്തി പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരമുള്ള വിദ്യാലയം എന്ന നിലയിൽ സെന്റ് മേരീസ് സ്കൂൾ ഉയർന്നിരിക്കുന്നു എന്ന സന്തോഷമാണ് ഇവിടെ നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുന്നത്. നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി ഈ ദിവസത്തിൽ അനുമോദിക്കുകയാണ്. ബസ്സിന് വേണ്ടി മുഴുവൻ തുകയിൽ നിന്ന് തരാൻ എനിക്ക് കഴിയില്ല. അത് മറ്റൊന്നുകൊണ്ടല്ല, ഇവിടെ വികസന കാര്യങ്ങളിൽ ഏറ്റവും അധികമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് എല്ലാ വിദ്യാലയങ്ങളും ഇത്തരത്തിൽ ആവശ്യം നിർദ്ദേശിച്ചെങ്കിൽ നിവേദനം തന്നിട്ടുണ്ട്. നമുക്കതിന് കഴിയാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. പക്ഷെ നിങ്ങളൊരു നല്ല കാര്യം ഇവിടെ പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശശികുമാർ എനിക്ക് നിവേദനം തരുന്നതിന് മുമ്പ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് വിവിധ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് വിവിധ തലങ്ങളിൽ പരിശ്രമിച്ചുകൊണ്ട് ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ബസ് വാങ്ങിക്കുക എന്നൊരു നിർദ്ദേശം നിങ്ങൾ മുന്നോട്ട് വെച്ചു. അതാണ് നടക്കുന്ന കാര്യം, നടത്താവുന്ന കാര്യമാണ്. അപ്പൊ ആ നിലയിലുള്ള ഒരു ചിന്തയാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പരിശ്രമത്തിന്റെ കൂടെ MLAയുടെ വിഹിതമായി നിങ്ങൾക്ക് ഉള്ള ഫണ്ട് തീർച്ചയായിട്ടും തരുന്നതാണ് എന്ന് അറിയിക്കുന്നു. അതെത്ര രൂപ എന്നുള്ളത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. കുറവിലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ കഴിഞ്ഞ SSLC പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MLA. സർക്കാർ സ്കൂളുകൾക്ക് മാത്രം സർക്കാർ സഹായം എന്ന നില മാറണം. സാധാരണക്കാരന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എയ്ഡഡ് മേഖലയിലെ സ്കൂളുകൾക്കും സർക്കാരിന്റെ ധനസഹായം ലഭ്യമാകുന്ന നിലയിൽ തുറന്ന ചർച്ചയ്ക്ക് സമൂഹം തയ്യാറാകണം. നിയമസഭയിലടക്കം ഇത്തരം കാര്യങ്ങളിൽ ചർച്ച ഉയർന്നുവരണമെന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ കഴിഞ്ഞ വർഷത്തെ SSLC പരീക്ഷയിൽ 189 വിദ്യാർത്ഥികളെ ഉയർന്ന മാർക്കോടെ വിജയിപ്പിച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 12 വിദ്യാർത്ഥിനികൾക്കും പ്രത്യേക പുരസ്കാരം നൽകി. സ്കൂൾ PTA നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്രയ്ക്കായി വാങ്ങുന്ന സ്കൂൾ ബസ്സിലുള്ള ധനസഹായം MLA ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്നും MLA പ്രഖ്യാപിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റീജ മരിയ സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ അബ്രാഹം കൊല്ലിത്താനത്തുമലയിൽ അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ശശികുമാർ ആമുഖ പ്രസംഗം നടത്തി. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ തോമസ്, മുൻ PTA പ്രസിഡന്റ് KK ജെയിംസ്, അധ്യാപക പ്രതിനിധി ജെറ്റി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മിഥു ജെയിംസ് മറുപടി പ്രസംഗം നടത്തി. ഡിംപിൾ കുര്യൻ കൃതജ്ഞത അർപ്പിച്ചു.